ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ കുമ്പിളപ്പമാണ്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഓക്കെ, അതിനാണ് കേട്ടോ ഈ പ്ലാവിലൊക്കെ. ഓക്കെ, ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ തേങ്ങ ചിരവിയത്, അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു വെള്ളവും പിന്നെ അതിൻ്റെ പകുതിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിത് ഗ്യാസിൽ ഇങ്ങനെ കുഴക്കണം, നല്ലപോലെ കുഴച്ച് എടുക്കാം. ഇപ്പോൾ ഒരു സ്പൂൺ ജീരകം ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ പറഞ്ഞു പോയി ഗൈസ്. ഓക്കെ, നമ്മളിത് ഇങ്ങനെ കുമ്പിൾ പോലെ ആക്കണം കേട്ടോ. ഈ ഇല പ്ലാവിൻ്റെ ഇല ഇങ്ങനെ വെച്ചിട്ട് വീട് കൊണ്ട് ഇങ്ങനെ കുത്താം. നമുക്ക് ഈ കുമ്പിൾ എടുത്തിട്ട് ഇതിലേക്ക് അരി ഇങ്ങനെ തിരിച്ച് ആക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ വേണം. എന്നിട്ട് ഇതിൽ നമ്മൾ ഈ തേങ്ങയും വെല്ലവും ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ അരി എടുത്തിട്ട് ഇതിലിങ്ങനെ ഒന്ന് ആ തേങ്ങയും വെല്ലവും കാണാത്ത രീതിയിൽ ഒന്ന് മറിച്ചുകൊണ്ട് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കഴിഞ്ഞ ഇങ്ങനെ എല്ലാം ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രയും നമ്മളിപ്പോൾ ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരു മൂടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം വെച്ചിട്ട് കുമ്പിളപ്പം ഇതിലേക്ക് ഓരോന്നായിട്ടുള്ള ഇങ്ങനെ കൈ കൊടുത്തില്ല. ഇങ്ങനെ കുറച്ച് സമയം മൂടി വെച്ചിട്ട് അപ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നമ്മളിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ടിപ്പോൾ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തണിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ കുമ്പിളിപ്പോൾ റെഡി ആയിട്ടോ. അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇത് എന്നിട്ട് ഞാൻ കുറച്ച് മാത്രമേ ഇത് കളഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഇല്ല, ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞതുപോലെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ചായക്കൊപ്പം, വൈകുന്നേരത്തെ ചായക്കൊപ്പം അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.